ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ ബിസിനസ് എന്ന് പറഞ്ഞാൽ വെറും കട തുടങ്ങുക അല്ലെങ്കിൽ ഒരു വലിയൊരു കമ്പനി സ്ഥാപിക്കുക, പൈസ ഉണ്ടാക്കുക, ഇത് മാത്രമാണോ ബിസിനസ്? എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ രക്തത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ് എന്ന ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് കഥ പോലെ ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോവാണ്. ഇത് നമ്മൾ എക്സാമിന് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു ബിസിനസ് മൈൻഡ് ഒക്കെ ഉണ്ടാവാൻ ഈ ചാപ്റ്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവാം. പണ്ട് അതായത് ഈ ചരിത്രകാരന്മാരൊക്കെ പറയുന്ന പോലെ 1-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമി നമ്മളുടേതായിരുന്നു. ലോകത്തിലെ മൊത്തം സമ്പത്തിന്റെ ഏതാണ്ട് 1/3 മുതൽ 4/1 വരെ ഇന്ത്യയുടെ കയ്യിലായിരുന്നു. അപ്പൊ ഈ വാസ്കോ ഡ ഗാമ, കൊളംബസ് ഒക്കെ എന്തിനാ ഇങ്ങോട്ട് വണ്ടി പിടിച്ചതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒക്കെ ഈ ബിസിനസ് ലക്ഷ്യം വെച്ചായിരുന്നു. ഏൻഷ്യൻ ട്രേഡ് ഹിസ്റ്ററി. പണ്ടത്തെ ഇന്ത്യയെ വിളിച്ചിരുന്ന പേരെന്താണെന്ന് അറിയാമോ? സ്വർണഭൂമി അഥവാ ഗോൾഡൻ സ്പാരോ, സ്വർണ പക്ഷി. അത്രയ്ക്കും സമ്പന്നമായിരുന്നു നമ്മളുടെ ഇന്ത്യ. പിന്നെ നമ്മുടെ ആളുകൾ പണ്ട് പ്രൊഡക്ഷൻ, അതുപോലെ സാധനം വാങ്ങൽ, വിൽക്കൽ, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ കച്ചവടത്തിന്റെ സകല കാര്യങ്ങളും എക്കണോമിക് ഡ്രൈവേഴ്സ് കൃത്യമായി ചെയ്തിരുന്നു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാല്, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഹൈവേയോ ഫ്ലൈറ്റോ അതൊന്നും ഉണ്ടായിരുന്നില്ല. കാട്ടിലൂടെയും കടലിലൂടെയും വലിയ ദൂരം യാത്ര ചെയ്ത് വേണമായിരുന്നു സാധനങ്ങൾ എത്തിക്കാൻ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള റിസ്കുകൾ ഉണ്ടായിരുന്നു. കവർച്ചക്കാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ ശല്യം, റിസ്ക് ഓഫ് തെഫ്റ്റ് ആൻഡ് റോബറി വളരെ കൂടുതലായിരുന്നു. എങ്കിലും നമ്മളുടെ ആളുകൾ അതൊന്നും കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റോൾ ഓഫ് ബിസിനസ് ആൻഡ് ദി എക്കണോമി. അങ്ങനെ ഈ റിസ്കിന്റെ ഇടയിലൊക്കെ നമ്മൾ ഓരോ വഴികൾ കണ്ടെത്തി. ലോക പ്രശസ്തമായ സിൽക്ക് റൂട്ട്, മറിടൈം നെറ്റ്വർക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലെ കച്ചവട സാധനങ്ങൾ നമ്മൾ ആഗോള മാർക്കറ്റിലോട്ട് എത്തിച്ചിട്ടുണ്ട്. നമ്മളുടെ നാട്ടിൽ തന്നെ കൃഷിയും മൃഗങ്ങളെ വളർത്തലും നെയ്ത്തും മൺപാത്രങ്ങൾ നിർമ്മിക്കലും ഒക്കെ സജീവമാക്കി. ഇതിനു വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ ചെറിയ ചെറിയ ഫാമിലി വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഇവയെ പറയുന്ന പേരാണ് കർഗനാസ്. ഇവയായിരുന്നു നമ്മുടെ എക്കണോമിയിലെ അന്നത്തെ നട്ടെല്ല് എന്ന് പറയുന്നത്. ഇൻഡിജിയസ് ബാങ്കിങ് സിസ്റ്റം ആൻഡ് ഹുണ്ടി. ഇനിയാണ് ഈ സ്റ്റോറിയിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇത്രയും വലിയ ബിസിനസ് നടത്തുമ്പോൾ ക്യാഷ് ഇടപാടുകൾ എങ്ങനെ ചെയ്യും? കയ്യിൽ കുറെ ക്യാഷും ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ വെച്ച് നടന്നാൽ ഈ കൊള്ളക്കാർ തട്ടിയെടുക്കാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പണ്ടത്തെ പ്രൈവറ്റ് വ്യാപാരികൾ ചേർന്ന് ഇൻഡിജിയസ് ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരുന്നത്. നമ്മളുടെ ഇന്നത്തെ ലോക്കൽ ബാങ്കിങ് സിസ്റ്റം പോലെ തന്നെ ഹുണ്ടി, ലളിതമായി പറഞ്ഞാൽ ഇതൊരു പേപ്പർ സിസ്റ്റമാണ്. നമ്മളുടെ ഇന്നത്തെ ചെക്ക് അല്ലെങ്കിൽ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പോലെ തന്നെ നമ്മളുടെ പ്രാദേശിക ഭാഷയിൽ എഴുതുന്ന ഞാൻ ഇത്രയും രൂപ തരാം എന്ന് ഉറപ്പ് നൽകുന്ന ഒരു പേപ്പർ. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എളുപ്പം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ ഹുണ്ടി സിസ്റ്റം വന്നതോടു കൂടിയിട്ട് ഭയങ്കര എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. വലിയ തുകകൾ കയ്യിൽ വെച്ച് യാത്ര ചെയ്യേണ്ടി വരാത്തത് കൊണ്ട് തന്നെ കവർച്ചക്കാരുടെ പേടി ഒഴിവാക്കി. റിസ്ക് മാനേജ്മെന്റ് അതിലൂടെ സാധ്യമായി. കച്ചവടം ചെയ്യാൻ വേണ്ടി ക്യാഷ് തികയാത്തവർക്ക് ലോണുകളും ഒക്കെ ഈ ബാങ്കിങ് സിസ്റ്റം വഴി കിട്ടാൻ തുടങ്ങി. അതിനാണ് ക്രെഡിറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ ട്രേഡ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഹുണ്ടി. ഈ ഹുണ്ടി പല ടൈപ്പ് ഉണ്ടായിരുന്നു. ദാനി ജോഗ്, ഇത് കയ്യിൽ വെച്ചിരിക്കുന്നത് ആർക്കാണോ അയാൾക്ക് പണം കൊടുക്കാം, ബിയറർ ചെക്ക് പോലെയാണ്. ഷാൻ ജോഗ്, ഇത് മാന്യനായ വിശ്വസ്തനായ ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രം പണം നൽകുള്ളൂ. ഓക്കെ, പേബിൾ ടു എ സ്പെസിഫിക് റെസ്പെക്ടബിൾ പേഴ്സൺ. ഫോർമാൻ ജോഗ്, ഇത് ഓർഡർ അനുസരിച്ച് മാത്രം നൽകുന്നതാണ് ഫോർമാൻ ജോഗ്. പിന്നെ ജോഗ്മി, ഇതിൽ ഏറ്റവും രസകരമായ ഒന്നാണ് കേട്ടോ ഈ ജോഗ്മി. ഈ കപ്പലിൽ പോകുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ ഹുണ്ടി തന്ന ആൾ ആ നഷ്ടം മൊത്തം സഹിക്കണം. അതായത് ഇന്നത്തെ നമ്മളുടെ ഒരു ഇൻഷുറൻസ് പോലെയൊക്കെയുള്ള സംഭവമാണ് കേട്ടോ. അപ്പൊ പണ്ടത്തെ ആളുകൾ ഹുണ്ടി വഴി നമ്മളുടെ ഇൻഷുറൻസ് സിസ്റ്റം ഒക്കെ അന്നേ കാലത്ത് തന്നെ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ നമ്മളുടെ ആളുകളുടെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്. നെക്സ്റ്റ്, ഇന്ത്യ ആസ് സ്വർണഭൂമി. ഇത്രയും സിസ്റ്റമാറ്റിക് ആയി ബിസിനസ് ചെയ്തത് കൊണ്ട് തന്നെ ഇന്ത്യ വൻ ലാഭമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് സാധനങ്ങൾ അന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്നു. ലൈക്ക് കുരുമുളക്, മസാലകൾ, ഗോതമ്പ്, പഞ്ചസാര, ഇൻഡിഗോ, കോട്ടൺ, ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്നത് ഈ നല്ല ഇനം കുതിരകളെയും ചൈനീസ് സിൽക്കും പിന്നെ ഒരുപാട് സ്വർണവും വെള്ളിയും ഒക്കെ ആയിരുന്നു. ഇത് കണ്ടിട്ടാണ് പണ്ട് നമ്മളെ കാണാൻ വന്നിരുന്ന മെഗസ്തനീസ്, ഫാക്സിയൻസ് തുടങ്ങിയ വിദേശ സഞ്ചാരികൾ നമ്മളെ സ്വർണഭൂമി അഥവാ ലാൻഡ് ഓഫ് ഗോൾഡ് എന്ന അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചത്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് ലിബറേഷൻ. പക്ഷെ പിന്നീട് കാലങ്ങളിൽ വന്നിട്ടുള്ള നമ്മളുടെ സാമ്പത്തിക നില കുറച്ചൊന്ന് പിന്നോട്ട് പോയി.
അതിനുശേഷം സ്വതന്ത്രം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം 1952 മുതൽ നമ്മൾ പ്ലാന്റ് എക്കണോമിയിലൂടെ തിരിച്ചു വരാൻ തുടങ്ങി. 1991 ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ നമ്മൾ എക്കണോമിക് ലിബറേഷൻ കൊണ്ടുവന്നു. ഇന്ന് നമ്മുടെ മുന്നിലുള്ള മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ആ പഴയ ഗോൾഡൻ സ്പാരോ എന്ന പദവിയിലേക്ക് വീണ്ടും പറന്നുയരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്റ്റുഡൻസ് നമ്മളുടെ ബിസിനസിന്റെയും കച്ചവടത്തിന്റെയും ഒക്കെ മനോഹരമായ തുടക്കം. ഇനി നമ്മളുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും എന്താണ് ഈ ബിസിനസ്, ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി സിമ്പിൾ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബിസിനസ് എന്ന വാക്ക് വന്നത് ബിസി എന്ന വാക്കിൽ നിന്നാണ്. അതായത് എപ്പോഴും എന്തെങ്കിലും ഒരു ജോലിയിൽ മുഴുകുക, ടു റിമെയിൻ ആക്റ്റീവ്ലി എൻഗേജ് എന്നാണ് ഈ ബിസിനസ് എന്നുള്ള ടേമിന്റെ മീനിങ് വരുന്നത്. അപ്പോൾ ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി ഇൻവോൾവിംഗ് ദി കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ മോട്ടീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മനുഷ്യർക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുകയും അത് വിൽക്കുകയും ആളുകളിലോട്ട് എത്തിക്കുകയും ചെയ്യുന്ന വലിയൊരു മേജർ എക്കണോമിക് ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബിസിനസ് ഒരു പ്രൊഡക്ഷനിൽ തുടങ്ങി കൺസംഷനിൽ ആളുകൾ അത് ഉപയോഗിക്കുന്നതിൽ അവസാനിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബിസിനസിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി, അപ്പൊ ബിസിനസ് നമ്മൾ നോർമലി ചെയ്യുന്നത് കാശ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ഇമോഷന്റെ പുറത്തല്ല ആരും ബിസിനസ് ചെയ്യുന്നത്. അതാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ജീവിത ചെലവിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. രണ്ടാമത്തതാണ് പ്രൊഡക്ഷൻ ഓർ റിക്വയർമെന്റ്. ഇവിടെ ഒന്നെങ്കിൽ സാധനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം, അതിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അത് മേടിക്കണം, അതിനെയാണ് പ്രൊക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരിൽ നിന്ന് മേടിക്കുന്നത്? വിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂന്നാമത്തത് ഡൈവേഴ്സ് ഓഫറിംഗ്. നമ്മൾ വിൽക്കുന്നത് ഒന്നെങ്കിൽ കൺസ്യൂമബിൾ ഐറ്റംസ് ആവാം, നിത്യ ഉപയോഗ സാധനങ്ങളാവാം, അല്ലെങ്കിലോ മെഷീനറി ഐറ്റംസ്, ക്യാപിറ്റൽ ഗുഡ്സ് ആവാം, ലൈക്ക് മെഷീനറി, ഫർണിച്ചർ, ഇങ്ങനത്തെ. അല്ലെങ്കിലോ ബാങ്കിങ്ങോ ട്രാൻസ്പോർട്ടേഷനോ അങ്ങനത്തെ എന്തെങ്കിലും സർവീസുകളും ആകാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സാധനങ്ങൾ ഓഫർ ചെയ്യാൻ പറ്റും. നാലാമത്തതാണ് സെയിൽസ് ഓർ എക്സ്ചേഞ്ച്. ഇവിടെ സാധനങ്ങൾ കാശിന് വേണ്ടിയിട്ടാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിയാൽ അത് ബിസിനസ് ആവില്ല. പക്ഷെ നിങ്ങൾ അതേ ഫുഡ് റെസ്റ്റോറന്റിൽ വെച്ച് വിറ്റാൽ അത് ബിസിനസ് ആണ്. അപ്പൊ അതാണ് ബിസിനസ് എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് പറയുന്നത്. നമ്മൾക്ക് പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ബിസിനസ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം, റെഗുലർ ബേസിസ് ഓഫ് ഡീലിംഗ്. ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റെഗുലർ ബേസിസ് ഓഫ് ഡീലിംഗ്. ബിസിനസ് എപ്പോഴും തുടർച്ചയായിട്ട് നടക്കണം. നിങ്ങളൊരു പഴയ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് ഒരു തവണ നിങ്ങളുടെ കൂട്ടുകാരന് വിറ്റ് കഴിഞ്ഞാൽ അത് ഒരിക്കലും ബിസിനസ് ആവില്ല. പക്ഷെ നിങ്ങൾ ദിവസവും ഫോണുകൾ വാങ്ങി വിൽക്കാൻ ഒരു ഷോപ്പ് തുടങ്ങിയാൽ അത് ബിസിനസ് ആണ്. റെഗുലർലി നമ്മൾ ഈ ബിസിനസ് ഡീലിംഗ് നടത്തണം. അടുത്ത പോയിന്റ് ആണ് പ്രോഫിറ്റ് ഏർണിംഗ്. ലാഭമില്ലാതെ ഒരു ബിസിനസ്സും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ളൊരു പ്രൈമറി പേർപ്പസ് വെച്ചിട്ടാണ് എല്ലാവരും എന്ത് തുടങ്ങുന്നത്? ബിസിനസ് തുടങ്ങുന്നത്. പ്രോഫിറ്റ് ആണ് എല്ലാ ബിസിനസിന്റെയും മെയിൻ എയിം. നെക്സ്റ്റ് പോയിന്റ് ആണ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. ബിസിനസ്സിൽ നാളെ എന്ത് ലാഭം കിട്ടുമെന്ന് ഉറപ്പില്ല, അൺസർട്ടൈൻ ആണ്. നമ്മളുടെ ഭാവി നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയം നമുക്ക് വലിയ നഷ്ടങ്ങളും വരാം. പോസിബിലിറ്റി ഓഫ് ലോസ് ആൾവേസ് എക്സിസ്റ്റ്. നെക്സ്റ്റ് പോയിന്റ് ആണ് എലമെന്റ് ഓഫ് റിസ്ക്. പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഈവെന്റ്സ് ഒരു ബിസിനസ്സിൽ നടക്കാം. തീപിടുത്തം, കള്ളത്തരം, സ്ട്രൈക്ക്, ലോക്ക്ഔട്ട്സ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ബിസിനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ ആളുകളുടെ ടേസ്റ്റ് മാറുക, ഫാഷൻ മാറുക, ഇതൊക്കെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ എപ്പോഴും റിസ്ക് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇവിടെ നമ്മൾ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തതാണ് എക്കണോമിക് ആക്ടിവിറ്റി, അതായത് സാമ്പത്തിക കാര്യങ്ങൾ. ജീവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാശുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, പേഷ്യൻസിനൊക്കെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുന്നതിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. അതായത് ഇത് നമ്മൾ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. സ്നേഹത്തിന്റെ പുറത്തോ സഹതാപത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ മാനസിക സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയിൽ പെടുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി തരുന്നത്,
അമ്മ ഒരിക്കലും അതിന്റെ പേരിൽ നമ്മളെടുത്തുനിന്ന് ക്യാഷ് മേടിക്കാറില്ല അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വേറൊരു വ്യക്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളൊരു സഹതാപത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പേരിലോ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് എക്കണോമിക് ആക്ടിവിറ്റി നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പൊ ഇവിടെ ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എക്കണോമിക് ആക്ടിവിറ്റീസും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസും. ഇനി എക്കണോമിക് ആക്ടിവിറ്റീനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഒന്ന് ബിസിനസ്, രണ്ടാമത്തത് പ്രൊഫഷൻ, മൂന്നാമത്തത് എംപ്ലോയ്മെന്റ്. അപ്പൊ ഇതെന്താണെന്ന് നോക്കാം. Types of economic activity. Economic activity can be divided into business, profession and employment. What is business? ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് മേടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രൊഫഷൻ. പ്രൊഫഷന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് നോളേജ് വേണം, അതായത് പ്രത്യേക രീതിയിലുള്ള പഠിപ്പും അറിവൊക്കെ വേണം. ഉദാഹരണത്തിന് ഒരു ഡോക്ടർ, ലോയർ, അവരൊക്കെയാണ് പ്രൊഫഷണൽസ്. അതായത് സ്പെഷ്യലൈസ്ഡ് നോളേജും സ്കില്ലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഏൺ ചെയ്തിട്ട് നമ്മൾ ഒരു ജോബ് ചെയ്യുമ്പോൾ അതിനെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇതിന് പ്രതിഫലമായിട്ട് റിവാർഡായിട്ട് നമുക്ക് ഫീസാണ് കിട്ടാൻ പോകുന്നത്. മൂന്നാമത്തതാണ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ വേറൊരാളുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുന്നതിനാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയാം. വർക്കിംഗ് അണ്ടർ സമ്മൺ എൽസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ സാലറി ഓർ വേജ്. ഇവിടെ നമുക്ക് ശമ്പളമോ വേജോ ആണ് കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ നോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ്. സ്വന്തമായിട്ട് ഒരു ക്യാഷ് മുടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പണി ചെയ്യുക, അതിന് സാലറി മേടിക്കുക, അതിനെയാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ്സിന് കിട്ടുന്ന ലാഭമാണ് പ്രോഫിറ്റ്, പ്രൊഫഷന് കിട്ടുന്നതാണ് ഫീസ്, എംപ്ലോയ്മെന്റിന് കിട്ടുന്നതാണ് സാലറി, വേജ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിന്റെ മൂന്നിന്റെയും ഒരു കമ്പാരിസൺ നോക്കാം. കമ്പാരിസൺ ഓഫ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ഇതിൽ ഫസ്റ്റ് കമ്പാരിസൺ മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തത് എന്റർപ്രീനിയേഴ്സ് ഡിസിഷൻ ആൻഡ് അതർ ലീഗൽ ഫോർമേഷൻ ഈസ് നെസസറി. ഇവിടെ എന്റർപ്രീനിയറിന്റെ ഡിസിഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ അത്യാവശ്യമാണ്. ഇനി പ്രൊഫഷനിലോട്ട് വരുമ്പോൾ മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു മെമ്പർഷിപ്പ് വേണം, അതുപോലെ സർട്ടിഫിക്കറ്റ് വേണം. മൂന്നാമത്തത് എംപ്ലോയ്മെന്റിൽ അപ്പോയിന്റ്മെന്റ് ലെറ്ററും സർവീസ് എഗ്രിമെന്റും ആവശ്യമുള്ളത്. രണ്ടാമത്തത് നേച്ചർ ഓഫ് വർക്ക്, പ്രൊവിഷൻ ഓഫ് ഗുഡ് ആൻഡ് സർവീസസ് ടു ദി പബ്ലിക്. പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. പ്രൊഫഷനിലോ റെൻഡറിംഗ് ഓഫ് പേഴ്സണലൈസ്ഡ് ആൻഡ് എക്സ്പേർട്ട് സർവീസസ് ഓഫ് പ്രാക്ടീസ്. ഒരു സ്കില്ലിന്റെ ബേസിസിലും അതുപോലെ നോളേജിന്റെ ബേസിസിലും നമ്മൾ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള സർവീസുകൾ ബാക്കിയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാണ് പ്രൊഫഷനിൽ ചെയ്യുന്നത്. എംപ്ലോയ്മെന്റിലോ പെർഫോമിംഗ് വർക്ക് ആസ് പെർ സർവീസ് കോൺട്രാക്ട് ഓർ റൂൾ ഓഫ് സർവീസ്. സർവീസിന്റെ റൂൾ പ്രകാരമുള്ള എന്ത് വർക്കാണോ നമ്മൾ പെർഫോം ചെയ്യേണ്ടത് അത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് എംപ്ലോയ്മെന്റിൽ ചെയ്യുന്നത്. മൂന്നാമത്തത് ക്വാളിഫിക്കേഷൻസ്. ബിസിനസ്സിന് നോ മിനിമം ക്വാളിഫിക്കേഷൻ ഇസ് നെസസറി. ക്വാളിഫിക്കേഷൻസിന്റെ ആവശ്യം ഒന്നുമില്ല. പ്രൊഫഷനിൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ഇസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി പ്രൊഫഷണൽ. ഓരോ പ്രൊഫഷൻ അനുസരിച്ച് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനും സ്കില്ലും ഒക്കെ ആവശ്യമുണ്ട്. ഈ എംപ്ലോയ്മെന്റിൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി എംപ്ലോയർ. നമ്മുടെ എംപ്ലോയർ പറയുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസും ട്രെയിനിങ്ങും ഒക്കെ അതിനും ആവശ്യമുണ്ട്. നാലാമത്തത് റിവാർഡ് ഓർ റിട്ടേൺ. ഓരോന്നിനും കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിസിനസ്സിന് പ്രോഫിറ്റ് ആണ് കിട്ടുക, പ്രൊഫഷന് കിട്ടുന്നത് ഫീസ് ആണ്, എംപ്ലോയ്മെന്റിൽ നോക്കുമ്പോൾ സാലറി ഓർ വേജ് ആണ് നമുക്ക് കിട്ടുക. അഞ്ചാമത്തത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ബിസിനസ്സിൽ ഓഫ് കോഴ്സ് നല്ലൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് തുടങ്ങുമ്പോൾ ആവശ്യമാണ്. പ്രൊഫഷനിലോട്ട് വരുമ്പോൾ ലിമിറ്റഡ് ക്യാപിറ്റൽ എസ്റ്റാബ്ലിഷ്മെന്റ് നീഡഡ്. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റഡ് രീതിയിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഇനി എംപ്ലോയ്മെന്റിലോട്ട് വരുമ്പോൾ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും ആവശ്യമില്ല. ആറാമത്തത് റിസ്ക്. പ്രോഫിറ്റ് ആർ അൺസർട്ടൈൻ ആൻഡ് ഇറഗുലർ. റിസ്ക് ഈസ് പ്രസന്റ്. നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്, നമുക്ക് തീരുമാനിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് ഉണ്ട്. ഫീസ് ഇസ് ജനറലി റെഗുലർ, സർട്ടൈൻ സം റിസ്ക്. ഫീസ് എന്ന് പറയുന്നത് നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്താൽ അതിനനുസരിച്ചുള്ള ഫീസ് കിട്ടും. അതുകൊണ്ട് തന്നെ അത്ര റിസ്ക് ഒന്നുമില്ല. എംപ്ലോയ്മെന്റിലോ ഫിക്സ്ഡ് ആൻഡ് റെഗുലർ പേ, നോ ലിറ്റിൽ റിസ്ക്. നമുക്ക് ഒരു റിസ്ക് ഉള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള റെഗുലർ പേ നമുക്ക് ആ ടൈമിനനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഏഴാമത്തത് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ട്രാൻസ്ഫർ പോസിബിൾ വിത്ത് സം ഫോർമാലിറ്റീസ്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വേറൊരു വ്യക്തിക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ പ്രകാരം.
പ്രൊഫഷനോ നോട്ട് പോസിബിൾ, കാരണം അതിന് സ്പെഷ്യലൈസ്ഡ് സ്കില്ലും നോളേജും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു വ്യക്തിക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പിന്നെ എംപ്ലോയ്മെന്റോ അതും ട്രാൻസ്ഫറബിൾ അല്ല, അതിനും ട്രെയിനിങ്ങും ക്വാളിഫിക്കേഷൻസും ഒക്കെ ആവശ്യമാണ്. എട്ടാമത്തത് കോഡ് ഓഫ് കോണ്ടാക്ട്. നോ കോഡ് ഓഫ് കോണ്ടാക്ട് ഇസ് പ്രിസ്ക്രൈബ്ഡ്. ഇവിടെ ബിസിനസ്സിൽ പ്രത്യേകിച്ച് രീതിയിലുള്ള കോഡ് ഓഫ് കോണ്ടാക്റ്റോ റൂൾസോ അങ്ങനത്തെ ഒന്നുമില്ല. ഈ പ്രൊഫഷൻ വരുമ്പോൾ കോഡ് ഓഫ് കോണ്ടാക്ട് ഇസ് ടു ബി ഫോളോ. നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഒക്കെ ഫോളോ ചെയ്യണം. ഇനി എംപ്ലോയ്മെന്റിൽ നോംസ് ഓഫ് ബിഹേവിയർ ലേഡ് ഡൗൺ ബൈ ദി എംപ്ലോയർ ടു ബി ഫോളോഡ്. എംപ്ലോയർ പറയുന്ന റൂൾസും റെഗുലേഷൻ ബിഹേവിയർ രീതികളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. 9th one എക്സാമ്പിൾസ്. ബിസിനസിന്റെ എക്സാമ്പിൾ ആണ് ഷോപ്പ്, ഫാക്ടറി, ലീഗൽ, മെഡിക്കൽ, പ്രൊഫഷണൽ, ചാർട്ടേഡ് അക്കൗണ്ടൻസി ഇതൊക്കെ. പിന്നെ എംപ്ലോയ്മെന്റിന്റെ എക്സാമ്പിൾ ആണ് ജോബ് ഇൻ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെയുള്ള ജോബുകൾ. അപ്പൊ ഇതൊക്കെയാണ് ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള കമ്പാരിസൺ. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് നമ്മൾക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ആദ്യം തന്നെ ഇൻഡസ്ട്രി എന്താണെന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിട്ടറി ഇൻഡസ്ട്രി, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി രണ്ടാമത്തായിട്ട് നമുക്ക് കൊമേഴ്സിലോട്ട് വരാം. ഫസ്റ്റത്തെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ കസ്റ്റമേഴ്സിന്റെ കയ്യിലെത്തിക്കുന്നത് വരെയുള്ള എല്ലാ പ്രക്രിയയുമാണ് കൊമേഴ്സിൽ ഉൾപ്പെടുന്നത്. കൊമേഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും, ട്രേഡ് അതുപോലെ തന്നെ ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്, നോർമൽ ആക്ടിവിറ്റീനെ. ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ആക്ടിവിറ്റി, ഈ പർച്ചേസിനെയും സെയിൽസിനെയൊക്കെ കഴിഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഓക്സിലറീസ് ടു ട്രേഡിൽ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഈ ചാർട്ട് ഒന്ന് നോക്കിയാലോ. ഇതിൽ ബിസിനസ് ആക്ടിവിറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എന്നും കൊമേഴ്സ് എന്നും. അതിൽ ഇൻഡസ്ട്രീനെ മൂന്നായിട്ട് എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി. അതിൽ പ്രൈമറി ഇൻഡസ്ട്രീനെ നമുക്ക് എഗെയിൻ എക്സ്ട്രാക്റ്റീവ് അതുപോലെ ജെനറിക് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സെക്കൻഡറിനെ മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ മാനുഫാക്ചറിങ് എന്നുള്ള ഇൻഡസ്ട്രീനെ അനലിറ്റിക്, സിന്തറ്റിക്കൽ, പ്രോസസ്സിംഗ്, അസംബ്ലിംഗ് എന്നുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കൊമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞ് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. അതിൽ ട്രേഡില് ഇന്റേണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ട്. ഇന്റേണൽ ട്രേഡിൽ തന്നെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വരുന്നുണ്ട്. എക്സ്റ്റേണൽ ട്രേഡിൽ ഇമ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് എൻട്രി പോർട്ട്, ഇത് മൂന്നാണ് വരുന്നത്. പിന്നെ ഓക്സിലറീസ് ടു ട്രേഡിൽ ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അഡ്വർടൈസിങ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇനി ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് നോക്കാം. ഇൻഡസ്ട്രീസ് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെറിട്ടറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വർക്കിംഗ് വിത്ത് നേച്ചർ ആണ്, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് വിഭവങ്ങൾ എടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയാം. എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ ഇവിടെ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ വെച്ച് പുതിയൊരു ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാക്കുക, ഇതാണ് സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. പ്രോസസിംഗ് മെറ്റീരിയൽ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഫോർ ഫൈനൽ കൺസംഷൻ, കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, ആ ഒരു പ്രോസസ്സാണ് സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. ഇനി ടെറിഷറി ഇൻഡസ്ട്രിയിൽ ഇത് സർവീസ് മേഖലയാണ് കേട്ടോ. ഇവിടെ സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, പകരം പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രിയിലെ പ്രവർത്തനങ്ങൾ സുഖകരമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ് ടെറിട്ടറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പ്രൊവൈഡിംഗ് സപ്പോർട്ടിംഗ് സർവീസസ് ടു ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി. ഇനി നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രിയിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് നോക്കാം, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജെനറിക് ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞല്ലോ നാച്ചുറൽ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. ഇവിടെ ഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ കടലിൽ നിന്നോ ഒക്കെ സാധനങ്ങൾ മൈൻ ചെയ്തെടുക്കുക, അതുപോലെ മീൻ പിടിക്കുക, എക്സ്ട്രാക്ടിങ് പ്രൊഡക്റ്റ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് മൈനിങ്, ഫാമിംഗ്, ഫിഷ്. പിന്നെ ജെനറ്റിക് ഇൻഡസ്ട്രി, ചെടികളും മൃഗങ്ങളും ഒക്കെ വളർത്തുന്ന ഇൻഡസ്ട്രിയാണ് ജെനറിക് ഇൻഡസ്ട്രി. ബ്രീഡിംഗ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, എക്സാമ്പിൾ പോൾട്രി ഫാംസ്, കാറ്റിൽ ബ്രീഡിംഗ്, നഴ്സറീസ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. അടുത്ത നമുക്ക് സെക്കൻഡറി ഇൻഡസ്ട്രിയിലോട്ട് പോവാം. ഇവിടെ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, നമ്മുടെ റോ മെറ്റീരിയൽസിനൊക്കെ പ്രോസസ് ചെയ്ത് പുതിയ സാധനങ്ങളാക്കി ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഷുഗർ കെയിനിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കുന്നതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം.
അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സാധനത്തിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് പല എലമെന്റ്സ് സെപ്പറേറ്റ് ചെയ്യാം, എന്നിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്രൂഡ് ഓയിൽ. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിൽ ഒരു മെയിൻ സാധനമാണല്ലോ. അത് റിഫൈനറിയിൽ കൊണ്ടുപോയിട്ട് വേർതിരിക്കുമ്പോൾ നമുക്ക് പെട്രോളും ഡീസലും മണ്ണെണ്ണയും ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. ഇത് അനലിറ്റിക്കൽ ഇൻഡസ്ട്രീന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീനെയാണ് കൺസ്ട്രക്ടിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. പലതരം ഇൻഗ്രീഡിയൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമെന്റ് അല്ലെങ്കിൽ സോപ്പ്. സിമെന്റ് ഉണ്ടാക്കാൻ ജിംസം, ലൈംസ്റ്റോൺ ഒക്കെ ഒരുമിച്ച് ചേർക്കണം. മൂന്നാമത്തേതാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ഇവിടെ ഒരു റോ മെറ്റീരിയലിനെ പല സ്റ്റേജുകളിലൂടെ പ്രോസസ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ, പേപ്പർ ഒക്കെ. ഷുഗർ കെയിനിൽ നിന്നാണ് ഷുഗർ ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് വൺ ആണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഇവിടെ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, പകരം പല പല കമ്പനികൾ ഉണ്ടാക്കിയിട്ടുള്ള റെഡിമെയ്ഡ് പ്രൊഡക്റ്റുകൾ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്തിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ TV, കാർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ. കാർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ടയർ ഒരു കമ്പനിയിൽ നിന്ന് മേടിക്കുന്നു, എഞ്ചിൻ വേറൊരു കമ്പനിയിൽ നിന്ന് മേടിക്കുന്നു, ഗ്ലാസ് വേറൊരു കമ്പനിയിൽ നിന്ന് മേടിക്കുന്നു, എന്നിട്ട് ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു, കാർ എന്നുള്ളൊരു പ്രൊഡക്റ്റ്. അതിനെയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ പെടുന്ന ഇൻഡസ്ട്രീസ്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാൻ, അനലിറ്റിക്കൽ ഒന്നിൽ നിന്ന് പലത് ഉണ്ടാക്കുന്നതാണ്, സിന്തറ്റിക്കൽ പലതിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ്, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഒരു കാര്യം കടന്നു ചെന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ആവുന്നതാണ്, അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പല പാർട്ടുകളും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അടുത്ത ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഇവിടെ ബിൽഡിംഗ്, റോഡ്, ഡാം, ബ്രിഡ്ജ്. അടുത്തതാണ് ടെറിട്ടറി ഇൻഡസ്ട്രി. ടെറിട്ടറി ഇൻഡസ്ട്രീനെ സർവീസ് സെക്ടർ എന്നും വിളിക്കാറുണ്ട്. ഇവിടെ സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, പകരം പ്രൈമറി ഇൻഡസ്ട്രിക്കും അതുപോലെ തന്നെ സെക്കൻഡറി ഇൻഡസ്ട്രിക്കും ആവശ്യമായിട്ടുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ടെറിട്ടറി ഇൻഡസ്ട്രി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്, വെയർഹൗസ്, ഇൻഷുറൻസ്, ഇതൊക്കെയാണ് ടെറിട്ടറി ഇൻഡസ്ട്രിയിൽ വരുന്ന കാര്യങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കൊമേഴ്സ് ആൻഡ് ട്രേഡ് ആണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എത്തുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും കൊമേഴ്സിലാണ് പെടുക. ഇതിന് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്, ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സാധനങ്ങൾ മേടിക്കുന്നതിന്റെയും വിൽക്കുന്നതിന്റെയും പരിപാടിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഓക്സിലറീസ് ടു ട്രേഡ്. ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഓർ സപ്പോർട്ട് ട്രേഡ്. നമ്മൾ ഈ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസിനെയാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ട്രേഡിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് സർവീസസ് ആണ് ഓക്സിലറീസ് ടു ട്രേഡിൽ വരുന്നത്. നമുക്ക് ടൈപ്സ് ഓഫ് ട്രേഡ് ഏതൊക്കെയാന്ന് നോക്കാം. ഇന്റേണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡ് ഉണ്ട്, എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് ഉണ്ട്. ഇന്റേണൽ ഓർ ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദി ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് എ കൺട്രി, ഒരു കൺട്രിക്ക്, ഒരു രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ട്രേഡിനെയാണ് ഇന്റേണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് രണ്ട് ടൈപ്പാണ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ബൈങ് ഇൻ ബൾക്ക് ഫ്രം ദി പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ബൾക്കായിട്ട് മേടിക്കുന്നതിനാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ടു ദി കസ്റ്റമേഴ്സ്. കൺസ്യൂമേഴ്സിന് സ്മോൾ ക്വാണ്ടിറ്റിക്ക് സാധനങ്ങൾ വിൽക്കുന്നതിനാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്റ്റേണൽ ഓർ ഫോറിൻ ട്രേഡ്. ബിറ്റ്വീൻ 2 or more countries, രണ്ടോ അതിൽ കൂടുതലോ കൺട്രീസ് തമ്മിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുമ്പോഴാണ് അതിനെ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഇമ്പോർട്ട്, ബൈയിങ് ഫ്രം ഫോറിൻ കൺട്രി. നമ്മളൊരു വിദേശ രാജ്യത്തിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ടു ഫോറിൻ കൺട്രി. വേറൊരു രാജ്യത്തേക്ക് നമ്മളുടെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ അതിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയാം. എൻട്രി പോർട്ട് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ടു എക്സ്പോർട്ട് ദം ടു അനദർ കൺട്രി. ഒരു രാജ്യത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിനാണ് എൻട്രി പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിലറീസ് ടു ട്രേഡ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സർവീസസിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലോട്ട് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. സ്ഥലത്തിന്റെ ദൂര പരിമിതികൾ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേതാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. പണത്തിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബിസിനസ്സിൽ വേറൊരു തടസ്സമാണ്. അപ്പൊ ആ തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഉള്ളത്. സോ ഇറ്റ് റിമൂവ്സ് ദി ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ഓർ മണി.
പിന്നെ വരുന്നതാണ് ഇൻഷുറൻസ്. ബിസിനസ്സിൽ എപ്പോഴും റിസ്ക് ഉണ്ടാവും അല്ലെ, അപ്പൊ അതൊരു തടസ്സമാവാറുണ്ട്. അപ്പൊ ആ തടസ്സം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ്. ഇറ്റ് റിമൂവ്സ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. വെയർഹൌസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലത്തിനാണ് നമ്മൾ വെയർഹൌസിംഗ് എന്ന് പറയാം. അപ്പൊ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം ഇല്ലാത്ത അവസ്ഥയൊക്കെ വന്നാൽ അതൊരു തടസ്സമാണ്. അപ്പൊ ആ തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെയർഹൌസിംഗ്. ഇറ്റ് റിമൂവ്സ് ഹിൻഡ്രൻസ് ഓഫ് ടൈം ഓർ സ്റ്റോറേജ്. പിന്നെ അഡ്വർടൈസിംഗ്. അടുത്തതാണ് അഡ്വർടൈസിംഗ്. ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് വേറൊരു ബുദ്ധിമുട്ടാണ് ബിസിനസ്സിലെ. അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് അഡ്വർടൈസിംഗ്. ഇറ്റ് റിമൂവ്സ് ഹിൻഡ്രൻസ് ഓഫ് ഇൻഫർമേഷൻ ഓർ അവയർനെസ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ഫസ്റ്റ് വൺ ആണ് മാർക്കറ്റ് സ്റ്റാൻഡിംഗ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിൽ നമ്മൾക്ക് ബിസിനസ്സിലെ സ്ഥാനം എന്താണ്? മാർക്കറ്റിൽ നല്ലൊരു പേരും പ്രശസ്തി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെയാണ് മാർക്കറ്റ് സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഇന്നോവേഷൻ. എപ്പോഴും ഒരു സാധനം മാത്രം വിറ്റ് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് മടുക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പുതിയ ഐഡിയകളൊക്കെ എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ബിസിനസ്സിൽ കൊണ്ടുവരണം. ഇതിനെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ ചെറിയ ചെലവില് നല്ല മെച്ചപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ലൈക്ക് നമ്മളൊരു ഇൻപുട്ടിന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയില്ലേ, അതിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. നാലാമത്തത് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ബിസിനസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട്, മെഷീനറി, ഓഫീസ്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് കണ്ടെത്തണം. ഏറ്റവും ലാസ്റ്റത്തതാണ് ഏർണിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുക. എല്ലാ ബിസിനസ്സും എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് വരുന്നത്. അപ്പൊ ബിസിനസ്സിന് മാർക്കറ്റിൽ സർവേ ചെയ്യാനും ഗ്രോത്തിനും ഒക്കെ കൃത്യമായ ലാഭം ആവശ്യമാണ്. അതാണ് ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ്. അപ്പൊ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസ് റിസ്ക് ആൻഡ് ഇറ്റ്സ് നേച്ചർ. ബിസിനസ്സിൽ എപ്പോഴും കൂടെയുള്ള ഒന്നാണ് ബിസിനസ് റിസ്ക്. എന്താണ് ഈ റിസ്ക്? ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അൺസർട്ടൈൻ ആണ് അല്ല, നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് അൺസർട്ടൈൻ ആണ്. പ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചില കാരണങ്ങൾ കൊണ്ട് ബിസിനസ്സിന് ലാഭം കുറയുക അല്ലെങ്കിൽ നഷ്ടം വരിക, ഇങ്ങനത്തെ അവസ്ഥനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് സ്പെക്യുലേറ്റീവ് റിസ്ക്, രണ്ടാമത്തതാണ് പ്യുവർ റിസ്ക്. സ്പെക്യുലേറ്റീവ് റിസ്കിൽ പ്രോഫിറ്റും വരാം, ലോസും വരാം, ലാഭവും വരാം, നഷ്ടവും വരാം. ഉദാഹരണത്തിന് മാർക്കറ്റിൽ പെട്ടെന്ന് ട്രെൻഡ് മാറുക. അപ്പൊ ട്രെൻഡ് ഉണ്ടാവുന്ന ടൈമിൽ നമുക്ക് ലാഭമാണ്, ട്രെൻഡ് പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്. ഇനി നെക്സ്റ്റ് വൺ പ്യുവർ റിസ്ക്. ഇവിടെ ഒന്നെങ്കിൽ നഷ്ടം വരും അല്ലെങ്കിൽ നഷ്ടം വരാതിരിക്കും. അതായത് ലാഭം ഉണ്ടാവില്ല, നഷ്ടം വരാം, നഷ്ടം വരാതിരിക്കാം. ഉദാഹരണത്തിന് ഫാക്ടറിയിൽ തീ പിടിക്കും. അപ്പോൾ ഇവിടെ അതിന് കേട് വന്ന് നമുക്ക് നഷ്ടം വരും, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. നെക്സ്റ്റ് വൺ ആണ് നാച്ചർ ഓഫ് റിസ്ക്. റിസ്കിന്റെ സ്വഭാവം എന്തൊക്കെയാണ്? റിസ്ക് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സിലും ഉള്ള ഒന്നാണ്, അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മളുടെ ഫ്യൂച്ചറിന്റെ അൺസർട്ടൈനിറ്റി കാരണമാണ് റിസ്ക് ഉണ്ടാവുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് റിസ്കിന്റെ അളവ് നമ്മളുടെ ബിസിനസിന്റെ സൈസും അതുപോലെ തന്നെ നാച്ചറും ഒക്കെ കണക്കിലെടുത്തിട്ടാണ് ഉണ്ടാവുക. വലിയ ബിസിനസ് ആണെങ്കിൽ നല്ല റിസ്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റിസ്ക് ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ടേക്കിംഗ് റിസ്ക്. റിസ്ക് എടുക്കുന്നതിന്റെ ഫലമാണ് നമ്മളുടെ പ്രോഫിറ്റ്. അപ്പൊ റിസ്ക് എടുക്കും തോറും പ്രോഫിറ്റും കൂടും. കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നാച്ചുറൽ കോസസ്. പ്രകൃതി തരുന്ന പണികളാണ് ഈ നാച്ചുറൽ കോസസ്, ലൈക്ക് എർത്ത് ക്യൂക്ക്, ലൈറ്റ്നിങ്, ഹെവി റെയിൻസ്, ഫെമിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തത് ഹ്യൂമൻ കോസസ്. മനുഷ്യർ കാരണം ഉണ്ടാകുന്ന റിസ്കിനെയാണ് ഹ്യൂമൻ കോസസിൽ വരുന്നത്, ലൈക്ക് പെട്ടെന്നുള്ള പണിമുടക്ക്, കെയർലെസ്നെസ്, ഡിസ്ഹോണസ്റ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മൂന്നാമത്തേതാണ് എക്കണോമിക് കോസസ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പുതിയൊരു കോമ്പറ്റീറ്റർ വരിക, വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ബിസിനസിനെ ബാധിക്കും. ഏറ്റവും ലാസ്റ്റ് ആണ് അതർ കോസസ്. വേറെ കാര്യങ്ങൾ ലൈക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങൾ, മെഷീനറിയിൽ ഫെയിലിയർ ഉണ്ടാവുക, എക്സ്ചേഞ്ച് റേറ്റിലെ മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മളുടെ ബിസിനസിനെ ബാധിക്കും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബേസിക് ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. മാർക്കറ്റിൽ ഡിമാൻഡ് നോക്കി നമ്മൾ ഏത് തരം പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് തരം ബിസിനസ് ആണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം തന്നെ തീരുമാനിക്കണം. രണ്ടാമത്തതാണ് സൈസ് ഓഫ് ദി ബിസിനസ്. നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിന്റെയും അതുപോലെ തന്നെ ഡിമാൻഡിന്റെ അളവൊക്കെ നോക്കിയിട്ട് ബിസിനസ് ചെറുതായിട്ട് തുടങ്ങണം അതോ വലിയ രീതിയിൽ തുടങ്ങണോ എന്ന് തീരുമാനിക്കുക. മൂന്നാമത്തതാണ് ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ് എന്റർപ്രൈസസ്. ബിസിനസ് എവിടെ തുടങ്ങണം? റോ മെറ്റീരിയൽസ്, ലേബേഴ്സ്, പവർ സപ്ലൈ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇതൊക്കെ എവിടെയാണ് എളുപ്പം കിട്ടാൻ സാധിക്കുന്നത്, അങ്ങനെ ഒരിടം വേണം നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ. നാലാമത്തതാണ് ഫൈനാൻസിങ് ദി പ്രപ്പോസിഷൻ. ബിസിനസ്സിന് സ്ഥിരമായി ആവശ്യമുള്ള ഫിക്സ്ഡ് അസെറ്റ് അതുപോലെ തന്നെ ഡേ ടു ഡേ എക്സ്പെൻസസിന് വേണ്ടിയിട്ടുള്ള പണം, ഇതൊക്കെ എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ളത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആദ്യം ചെയ്യണം. അഞ്ചാമത്തതാണ് ഫിസിക്കൽ ഫെസിലിറ്റീസ്. ബിസിനസ്സിന് ആവശ്യമായ കെട്ടിടം,
മെഷീനറി, മറ്റു ഉപകരണങ്ങൾ, ഇതൊക്കെ എവിടെ കിട്ടും, ഇതൊക്കെ നോക്കണം കേട്ടോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. അടുത്തതാണ് കോമ്പിറ്റന്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്. പണി അറിയുന്ന മിടുക്കരായിട്ടുള്ള തൊഴിലാളികൾ വേണം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ നല്ലൊരു മാനേജീരിയൽ സ്റ്റാഫിനെയും നിയമിക്കണം. ഇത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തതാണ് ടാക്സ് പ്ലാനിങ്. നമ്മുടെ നാട്ടിലെ ടാക്സ് ലോ അനുസരിച്ച് നമ്മുടെ ബിസിനസ്സിൽ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് മുൻകൂട്ടി കണക്കൂട്ടണം. എട്ടാമത്തതാണ് ലോഞ്ചിങ് ദി എന്റർപ്രൈസസ്. അപ്പൊ ഈ തീരുമാനങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഓർഗനൈസേഷൻ തുടങ്ങാം കേട്ടോ. എല്ലാ റിസോഴ്സസും റെഡിയായി, ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയായി, പരസ്യങ്ങളിലൂടെ ബിസിനസ് ജനങ്ങളിലേക്ക് എത്തിച്ച് ഒഫീഷ്യലായിട്ട് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഏറ്റവും ലാസ്റ്റത്തെ. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ഫാക്ടേഴ്സ് ഇൻ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക് ആണ് റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ദി ബിസിനസ്. ഒരു ബിസിനസ്സിന്റെ പ്രോഫിറ്റിന്റെ റോൾ എന്താണ്? ഒരു ബിസിനസ്സുകാരന് ജീവിക്കാനുള്ള പ്രധാന വരുമാന മാർഗമാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ഈ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്ന പണം അത്യാവശ്യമാണ്. മൂന്നാമത്തത്, ബിസിനസ് വളരെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് നമ്മുടെ പ്രോഫിറ്റ്. നാലാമത്തത്, നമ്മുടെ പ്രൊഡക്റ്റ് ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതിനൊരു സൂചനയാണ് ഈ പ്രോഫിറ്റ്. എല്ലാത്തിനും ഉപരി മാർക്കറ്റിൽ ബിസിനസ്സിന് നല്ലൊരു പേരും ഗുഡ്വില്ലും ഉണ്ടാക്കാൻ പ്രോഫിറ്റ് സഹായിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ, നാച്ചർ ഓഫ് ദി ബിസിനസ് എന്നുള്ള ചാപ്റ്റർ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു ദി ചാനൽ.